ഹായ് ഹലോ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് കുറച്ച് കുട്ടികളുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. ബൈ. ചാണാൻ ചവിട്ടിയ പോലെ നടക്കുന്നത് ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ ആസ്കിങ് സം ചളി ക്വസ്റ്റ്യൻസ്, അതാണ് ഇന്നത്തെ ടാസ്ക്. ഓക്കെ അല്ലേ? അതെന്താ എന്നെ കുറിച്ച് മാത്രം പ്രത്യേകം എടാ സ്കൂട്ടാവല്ലേ. ഞാൻ കൊല കൊമ്പനാ, കൊല കൊമ്പൻ. ഇതിന്റെ ചമ്മല് കാണാൻ നല്ല രസമുണ്ടല്ലേ? എല്ലാരും തെന്നി വീഴുന്ന രാജ്യം. നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തുടങ്ങും. ഗ്രീസ് അല്ലേ? വെരി ഗുഡ് ഗ്രീസ്. ഒരു കയ്യടി കൊടുക്ക്. ഇന്ന് നമുക്കൊന്ന് ആഘോഷിക്കണ്ട. തീർച്ചയായും. ഡാഡി മമ്മി ആകുന്ന സ്ഥലം. തൂണിലും തുരുമ്പിലും തുരുമ്പ് പിടിച്ചും ഈ അച്ഛനുണ്ടാവും. മമ്മിയോ? ഈജിപ്ത്. ബോധം വേണം, ബോധം. ക്ഷമിക്കണം, എനിക്കൊരല്പം ബുദ്ധിമോശം മാവിൽ പറ്റിപ്പോയി. അടുത്ത ക്വസ്റ്റ്യൻ. എപ്പോഴും വിശപ്പുള്ള രാജ്യം. നീ ഇതൊന്നും ആഗ്രഹിക്കണ്ട. ഹംഗറി. സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. ഇത് നമ്മളെ പിള്ളേരെന്നെ കേട്ടോ. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എപ്പോഴും മഴയുള്ള രാജ്യം. എപ്പോഴും മഴ പെയ്യാൻ ഏതാ? ഇവൻ ഒരുത്തരാ ഇതിനൊക്കെ കാരണം. ഇവൻ എവിടെങ്കിലും പോയാൽ അടി ഉറപ്പല്ലേ? ഒരു ക്ലൂ തരാം. ഇവർ രണ്ടുപേരും പറയണ്ട കേട്ടോ, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറയണേ. അതിനുള്ള തന്റെ അവനുണ്ട്, അഭിമാനി അച്ചക്കൻ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. ഒരു അറബ് രാജ്യമാണ്. വെരി ഗുഡ് ആൻസർ. യെസ്. ഇവൻ പോകുന്നുണ്ട്, ഇവനിതെല്ലാം അറിയാം. മെയ് മാസത്തില് ജനിക്കുന്ന തേനീച്ചനെ എന്ത് വിളിക്കാം? കുത്തുകൊള്ളാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ബാബുവിന്റെ മനസ്സിൽ ചെയ്തോ. എല്ലാം വയ്ക്കുന്ന വെരി ഗുഡ്. മേബി. വെരി ഗുഡ്. ഇറ്റ്സ് റൈറ്റ് ആൻസർ. 4+4 കൂട്ടുമ്പോഴേ 9 ആകുന്നത് എപ്പോഴാണ്? ഞാൻ പണ്ട് കടവും കടത്തിണ്ടയുമായിട്ട് കരയിൽ കറങ്ങി നടന്ന പഴയ കമലാസനല്ല. സ്വന്തം കാശ് കണ്ട് സ്വന്തം കണ്ണ് തന്നെ തള്ളിപ്പോയ പുതിയ കമലാസനൻ. ഗൂഗിളിനെ പട്ടി അടിച്ചാൽ എന്ത് സംഭവിക്കും? അത്രക്കായല്ലേ? ഗൂഗിൾ പേ. യെസ്. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഏറ്റവും കൂടുതൽ പുകവലിക്കുന്ന ലെറ്റർ. ഏറ്റവും കൂടുതൽ പുകവലിക്കുന്ന ലെറ്റർ. ഒന്ന് നല്ലോണം ചിന്തിക്കൂ. നല്ലോണം ചിന്തി. നിങ്ങളെ കൊണ്ട് പറ്റും. യു ക്യാൻ. ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല. വല്ലാതെ അങ്ങോട്ട് ഇതാവല്ലോ കേട്ടോ, അറിയാട് കേക്ക്. അടുത്തന്നെയുള്ള ലെറ്റർ ആടാ. എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ. ഒന്നുകൂടെ കുറച്ചുകൂടെ ആലോചിക്കേ. ചുമ്മാ പറയല്ലേ. അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത്. അയ്യേ, ഞാൻ അത്രക്കാരനല്ല കുട്ടി. ഞാനൊരു കാച്ചിയായി ഒടച്ചക്രം പോലെ ആകാശ് 4 കറക്കും. ഒറ്റ ലെറ്റർ ഉള്ളൂ. സിമന്റ് കയ്യിലൊക്കെ തേച്ചേക്കാം. ആകെ ടയർഡായി. സമയം കഴിഞ്ഞ് ടൈം ഔട്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഉത്തരം ഈസ് സി. സി ആണ്. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ വായയുടെ ഷേപ്പിൽ അല്ല, ബിക്കും ഡിക്കും ഇടയിൽ വരുന്നോണ്ട് ബിഡി. ഗാന്ധിജി ഓടിച്ച കാർ. നല്ലപോലെ ആഞ്ഞി തള്ളു സാറേ. ഗാന്ധിക്ക് ലൈസൻസ് ഇല്ല. ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്നുകൂടെ ആലോചിക്ക്. കാറൊന്നും ആയിട്ട് ഒരു ബന്ധമില്ല ഇതിന്. ദിസ് ഇസ് കുസൃതി ചോദ്യം മാൻ. നമ്മൾ നെക്സ്റ്റ് ചാലഞ്ചിലോട്ട് കിടക്കാണ്, വിച്ച് ഈസ് ലെറ്റർ ചാലഞ്ച്. ഞാൻ പറയുന്ന ലെറ്ററിൽ മാത്രമേ ആൻസർ പറയാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ലെറ്റർ ഏത് വേണമെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. മലയാള അക്ഷരങ്ങൾ ഏതെങ്കിലും ചൂസ് ചെയ്താൽ നിങ്ങൾക്ക് നല്ലത്. ഉറപ്പാണോ? അങ്കമാലിയിലെ പ്രധാനമന്ത്രി ആരാന്നാ പറഞ്ഞേ? തങ്കപ്പൻ. എങ്ങനെയാ സാധിക്കുന്നത്? രാവിലെ കഴിച്ചതെന്താ? തണ്ണീർമത്തൻ. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ.
ഇഷ്ടപ്പെട്ട കാർ ഏതാ? തെറ്റിട്ടോ? ഒരു മര്യാദ വേണ്ടേ? താർ. ഓക്കെ. എവിടെന്നാ വരുന്നേ? തലശ്ശേരി. എങ്ങോട്ടാ പോകുന്നേ? കാതൽ സിനിമ കണ്ടിട്ട് എന്താ അഭിപ്രായം? തല്ലതാ. ഭയങ്കരം തന്നെ. ഇഷ്ടപ്പെട്ട സിനിമ ഏതാ? തോന്നി. മമ്മൂട്ടിനെ പറ്റി എന്താ അഭിപ്രായം? തിളക്കം. നല്ല തിളക്കാണ്. നല്ല തിളക്കം. കാ വേണോ? ലെറ്റർ മാറ്റണോ? മാ ആക്കണോ? മാ വേണ്ട. പിന്നെ വേണ്ട. സാ വേണോ? സാ ആക്കട്ടെ. സാ മതിയോ? കാ വെച്ചാൽ കൊറേ ആലോചിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പാ ആക്കാം. പാ വെച്ചിട്ട് കേട്ടോ. ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? പാർവതി. പാർവതിക്ക് വാങ്ങി കൊടുത്ത ഗിഫ്റ്റ്? പപ്പടം. ഇഷ്ടപ്പെട്ട സിനിമാ നടൻ? പപ്പു. നിങ്ങളിങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ചില അവിഹിത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ട് ഇല്ലേ? നടി? പാർവതി. പോകുന്നുണ്ടാ ഇവനിതെല്ലാം അറിയാം. നീ ഇവിടെ തന്നെ താമസം? ഇവിടെ എന്തിനാ വന്നേ? ഇവിടെയോ? ഇവിടെ ഇതൊക്കെ പറയാൻ. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? എന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കണേ? പഠിക്കുന്നു. പഠിച്ചു കഴിഞ്ഞാൽ എന്താവും? അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പാടിയേ. ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല. എന്താണൊരു പോംവഴി എന്ന് പറ. പുതിയ മുഖോ, ഇനിയൊരു പുതിയ മുഖോ. ഒരു കയ്യബദ്ധം പറ്റിയതാ. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ എന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകുമായിരുന്നു. പാർവതിക്ക് വാങ്ങിക്കൊടുത്ത ഗിഫ്റ്റ് ഉണ്ടോ എന്തെങ്കിലും? പൂവാ കൊടുത്തത്. പൂ വെച്ചൊരു പാട്ട് പാടുവോ? പൂക്കളെ. അതാരാ അങ്ങനെ ഒരു ഹോയ് വിട്ടത്? രമണി, നീയാണോ ഹോയ് വിട്ടത്? അപ്പൊ നമുക്ക് ആ പുതിയ മുഖം പാട്ട് വെച്ചിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. എല്ലാരും കൂടെ കേട്ടോ. റെഡി? 1 2 3 സ്റ്റാർട്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.